എരുമേലി മഹല്ല മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ചരിത്രപ്രസിദ്ധമായ എരുമേലി ചന്ദനക്കുടം ദേശീയ മഹോത്സവം 2026 ജനുവരി 10-ാം തീയതി ശനിയാഴ്ച നടക്കും. ജനുവരി 11-ാം തീയതി നടക്കുന്ന പേട്ടക്കെട്ടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചന്ദനക്കുടം അരങ്ങേറുന്നത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായ ചന്ദനക്കുട ആഘോഷത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. അയ്യപ്പനും വാവരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ബലവത്തായ ഇഴയടപ്പം തലമുറകൾ സൗഹൃദത്തിൽ സൂക്ഷിക്കുന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം കൂടിയാണ് ചന്ദനക്കുട ആഘോഷം. പന്തളം രാജകുടുംബത്തിലെ അയ്യപ്പ സ്വാമി എരുമേലിയിൽ എത്തുകയും ഇവിടെ വെച്ച് ഇസ്ലാം മതവിശ്വാസിയായ വാവരെ കണ്ടുമുട്ടുകയും ഇവർ തമ്മിൽ സൗഹൃദം വളരുകയും ഇഴപിരിയാനാകാത്ത വിധം ഉറ്റ തോഴന്മാരായി മാറുകയും ചെയ്തു. അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ എത്തുന്നവർ ഉറ്റത്തോഴനായ വാവർ സ്വാമിയെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന് അയ്യപ്പസ്വാമി ഉപദേശിച്ചു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എരുമേലിയിലെത്തുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ വാവരുവള്ളിയെ പ്രദക്ഷിണം വെച്ച് കാഴ്ച നേർച്ചകൾ അർപ്പിച്ച് നാളികേരം ഉടച്ച് വാവരെ വണങ്ങി പേട്ടതുള്ളി പോകുന്ന കാഴ്ച ലോകത്ത് മറ്റൊരിടത്തും ദർശിക്കുവാൻ സാധിക്കില്ല. എരുമേലിയിൽ നിലനിൽക്കുന്ന മതമൈത്രി ലോകത്തിനാകെ മാതൃകയാണ്. അതുകൊണ്ടാണ് മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലവും പേറ്റില്ലവുമായി എരുമേലിയെ വിശേഷിപ്പിക്കുന്നത്. അയ്യപ്പസ്വാമിയുടെ മതസ്നേഹിതരായ അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടക്കെട്ട് ജനുവരി 11-ാം തീയതി നടക്കും. പേട്ടതുള്ളിന് മുന്നോടിയായാണ് ചന്ദനക്കുട മഹോത്സവം നടക്കുന്നത്. അമ്പലപ്പുഴ ആലങ്ങാട്ട് പേട്ട സംഘവും മഹല്ല മുസ്ലിം ജമാഅത്ത് പ്രതിനിധികളും മതസാമുദായിക നേതാക്കളുമായുള്ള സൗഹൃദ സംഗമം ജനുവരി 10-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ജമാഅത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. ജനുവരി മാസം 10-ാം തീയതി 3 മണിക്ക് മഹല്ല മുസ്ലിം ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴ പേട്ടക്കെട്ട് സംഘവും അവരുടെ സമൂഹ പെരിയോരും, അതുപോലെ തന്നെ 27-ാം തീയതി മലയാള മാസം 27-ാം തീയതി ജനുവരി മാസം 11-ാം തീയതി തന്നെ ഉച്ചകഴിഞ്ഞ് നടക്കുന്ന ആലങ്ങാട്ട് പേട്ടക്കെട്ട് സംഘത്തിൻ്റെ പ്രതിനിധികളും അവരുടെ സമൂഹ പെരിയോരടക്കമുള്ള പ്രതിനിധികളും എരുമേലിയിലെ വിവിധ സാഹോദര്യ സാംസ്കാരിക മേഖലയിലെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സൗഹൃദ സമ്മേളനം നടക്കുകയാണ്. ആ സൗഹൃദ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അവർകൾ ആണ്. ഇത്തവണത്തെ സൗഹൃദ സമ്മേളനത്തിനുള്ള ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളക്കരയിൽ മലയാളക്കരയിൽ ആകമാനം അറിയപ്പെടുന്ന വിവിധ മേഖലകളിൽ മത സാംസ്കാരിക സൗഹാർദ്ദ മേഖലകളിൽ വിവിധ മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുകയും വിവിധ മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ അനായാസം ഒരുപോലെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന കേരളത്തിലെ പ്രഗത്ഭനായ ശ്രീമദ് സ്വാമി ആത്മദാസ് യമി എന്ന മഹത് വ്യക്തിത്വം ഈ സൗഹൃദ സമ്മേളനത്തെ മഹത്തരമാക്കി തീർക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമുക്കേറെ സന്തോഷവും ആനന്ദവും അനുഭൂതിയും നൽകുന്ന ഒരു വസ്തുത. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീമദ് സ്വാമി ആത്മദാസ് യാമി, ആന്റോ ആന്റണി MP, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 6:15 നടക്കുന്ന ചന്ദനക്കുട ഘോഷയാത്ര പൊതുസമ്മേളനം മന്ത്രി VN വാസവൻ നിർവഹിക്കും. ചന്ദനക്കുട ഘോഷയാത്ര മന്ത്രി V അബ്ദുൾ റഹ്മാൻ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഫെസ്റ്റൂൺ ന്യൂസ്, എരുമേലി.